പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ബില്ല് തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കും. പാർട്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള വലിയൊരു ചുവടുവയ്പാണിത്. ഗുജറാത്ത്, അസം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കൃത്യമായ നിയമ നടപടികൾ പാലിച്ചായിരിക്കും സംസ്ഥാനത്ത് UCC നടപ്പാക്കുകയെന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കി. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്ന് 6 മാസത്തിനകം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനം. എന്നാൽ നിശ്ചയിച്ച സമയപരിധിക്കും വളരെ മുൻപാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ബിൽ നിയമസഭയിൽ കൊണ്ടുവരുന്നത്. ബജറ്റ് സമ്മേളനത്തിനിടെയാണ് തിങ്കളാഴ്ച ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം നിയമസഭയിൽ ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിലാണ് ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രിസഭാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കൊൽക്കത്തയിലെ ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത്. UCC നടപ്പിലാക്കുന്നതിന് കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങളുണ്ടെന്നും ബംഗാൾ അത് പൂർണ്ണമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മതം ഏതായാലും എല്ലാ പൗരന്മാർക്കും വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ മതാധിഷ്ഠിത വ്യക്തി നിയമങ്ങൾക്ക് പകരം പൊതുവായ നിയമങ്ങൾ കൊണ്ടുവരാനാണ് ഏകീകൃത സിവിൽ കോഡ് ലക്ഷ്യമിടുന്നത്. ബില്ലിലൂടെ ബഹുഭാര്യത്വവും മുത്തലാഖും നിരോധിക്കാനും ലിവ് ഇൻ പങ്കാളികൾക്ക് നിർബന്ധമായി രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശമുണ്ട്. നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പാക്കാനും ദേശീയ ഒരുമ ശക്തിപ്പെടുത്താനും UCC അനിവാര്യമാണെന്നാണ് ബി.ജെ.പിയുടെ വാദം. എന്നാൽ വ്യക്തി നിയമങ്ങൾ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി TMCയും CPMഉം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. UCC ബില്ലിന് പുറമെ സംസ്ഥാനത്തെ അതിക്രമങ്ങളും പൊതുമുതൽ നശിപ്പിക്കലും തടയുന്നതിനായി ദി വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബില്ല് 2026 ഉൾപ്പെടെ മറ്റ് 4 സുപ്രധാന ബില്ലുകളും തിങ്കളാഴ്ച സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബില്ല് പാസ്സാകുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡിലേക്ക് നീങ്ങുന്ന 4ാമത്തെ ബി.ജെ.പി. ഭരണ സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറും. 2024 ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡാണ് രാജ്യത്തെ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ബി.ജെ.പി. ചരിത്രത്തിലാദ്യമായി അധികാരം പിടിച്ചെടുത്തത്. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച 293 സീറ്റുകളിൽ 207 എണ്ണവും ബി.ജെ.പി. സ്വന്തമാക്കി. പിന്നീട് ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും വിജയിച്ചതോടെ ബി.ജെ.പിയുടെ ആകെ സീറ്റുകളുടെ എണ്ണം 208 ഉയർന്നു. വലിയ പരാജയം നേരിട്ട മമതാ ബാനർജിയുടെ TMCക്ക് വെറും 80 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്.